സഞ്ജു സാംസൺ ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ എന്തോ ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റ് ഒക്കെ ഉണ്ട്. ആരായി സഞ്ജു സാംസൺ? സഞ്ജു സാംസൺ ആണോ ഇന്ത്യയുടെ ദാരിദ്ര്യം മൊത്തം ഇല്ലാണ്ടാക്കിയതോ? നിർമ്മാർജ്ജനം ചെയ്തവനോ? ഗംഗാജലം ചിലപ്പോ പ്യൂരിഫൈ ചെയ്ത് കാണും. അത് പൊല്യൂഷൻ ടോട്ടലി ഇല്ലാണ്ടാക്കി. ജനസംഖ്യ കുറച്ചോ? മുട്ടുകുത്തിന്ന് കുരിശ് വരച്ചു. അതാണോ ക്രിക്കറ്റ് കളി? അപ്പൊ ഇവിടുത്തെ സംഖ്യകൾക്ക് ഇഷ്ടമായി, സംഖ്യകൾക്ക് ഇഷ്ടമായ സംഖ്യകൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ഇവരെല്ലാരും കൂടി പൊക്കിയടിക്കും. എനിക്കറിയാൻ സഞ്ജു സാംസൺ ഇന്ത്യയുടെ രക്ഷകൻ എന്ത് മയിലാണോ ഇതൊക്കെ? എന്തോ ഒരു ക്രിക്കറ്റ് കളിച്ചപ്പോ സെമിഫൈനലിൽ കുറച്ച് റൺസ് അടിച്ചു. അതിന് രക്ഷകനോ? ആറ് രക്ഷകൻ? എനിക്കൊന്നും ഇവനെ അറിയത്തൂല. ഇവന്റെ ഈ മയില് വർത്താനം നമുക്കിനി കേൾക്കണ്ട. ഇവനേതാ ഈ വാണ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ട് നോക്കിയതാണ്. ഇവൻ ഒത്തിരി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് സഞ്ജു സാംസൺ ആരാണ്, സഞ്ജു സാംസൺ ആരാണ് എന്നുള്ള കാര്യം. ഒറ്റ വാക്കിൽ ഇവന് മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ മേലണ്ടല്ല. പക്ഷേ ഞാൻ ഈ വീട്ടിലുള്ള നമ്മുടെ മാതാപിതാ ഗുരുദേവ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാൻ വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ഒരിക്കലും നിനക്കതിന് ആ ഒരു ഭാഷയിൽ മറുപടി തരുന്നില്ല. ഇവൻ ഈ വാണത്തരങ്ങൾ വാതോരാതെ വിളിച്ചു പോകുന്നതും മറ്റൊന്നും കൊണ്ടല്ല. സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ നല്ല ഹൈപ്പിൽ നിൽക്കുകയാണ്. സോ ഇവൻ ഇങ്ങനെ ഈ വാതോരാതെ വാണവർത്താനങ്ങൾ വിളിച്ചു പോകുമ്പോൾ നമ്മൾ മലയാളികളാണ്, നമ്മൾ ഉറപ്പായിട്ടും ഇവന്റെ അക്കൗണ്ടും ഇവന്റെ വീഡിയോകളും കയറി തെറി പറയും. അതോടുകൂടി ഇവന്റെ അക്കൗണ്ട് അത്യാവശ്യം നെഗറ്റീവ് അടിച്ച് റീച്ചിലേക്ക് കയറും. അതാണ് ഇവന്റെ മെയിൻ ഉദ്ദേശം. സഞ്ജുവിനെ അറിയില്ല എന്നിവനിങ്ങനെ വാതോരാതെ വിളിച്ചു പോകുന്നുണ്ട്. എന്റെ മലവാണമേ, നീ ഏതാണെന്ന് ഈ വീഡിയോ കാണുന്ന ഇവർക്കോ എനിക്കോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഇവൻ ക്രിക്കറ്റിനെ പറ്റി വാതോരാതെ പറയുന്നുണ്ട്. മോനെ, നിനക്ക് ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം തരാം. നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന, അല്ലെ നിന്നെപ്പോലെയുള്ള അണ്ടനും അടകോടനും പറ്റുന്ന പണിയല്ല ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത്.